വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് ആസ് യൂഷ്വൽ ഓണം ടൈമിംഗ് എത്തി. സോ നമ്മുടെ ഓഫീസിൽ ഓണം സെലിബ്രേഷനാണ്. ഞാൻ ഈ ഒരു വ്ളോഗ് ഇന്ന് എടുക്കണോ വേണ്ടെന്ന് കുറേ കൺഫ്യൂസ്ഡ് ആയിരുന്നു. കാരണം രാവിലെ ഒരുങ്ങാൻ പോലും ടൈം കിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഓഫീസിൽ എത്തിയിട്ടാണ് നേരെ ഒന്ന് ഒരുങ്ങിയത് തന്നെ. കാലത്ത് മഴയായിരുന്നു, പിന്നെ ഒന്നിനും ടൈം കിട്ടിയില്ല. ആൻഡ് ഒരു ലോഡ് വർക്ക് ഉണ്ടായിരുന്നു. ഇപ്പം ശരിക്കും പറഞ്ഞ സമയം ഊണ് കഴിക്കേണ്ട ടൈമായി. ഇപ്പോഴാണ് ഒന്ന് ഫ്രീ ആയത്, ഒന്ന് സെറ്റ് ആയത്. അപ്പോൾ ഐ തോട്ട് ഓഫ് ലൈക്ക് ജസ്റ്റ് സ്റ്റാർട്ട് എ വീഡിയോ. എല്ലാം എനിക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്ന വരില്ല, കാരണം ഇന്ന് അത്യാവശ്യം ഒരു ഹെക്റ്റിക് ഡേ ആണ്. നമുക്ക് ഓണം സെലിബ്രേഷനൊക്കെ നടക്കുന്നുണ്ടെങ്കിലും പാർട്ടാണ്, വർക്ക് മെയിനാണ്. സോ കുറച്ച് വർക്കുണ്ട്, അതുകൊണ്ട് ഫുൾ ബിസി ആയിരിക്കും. എല്ലാ കാര്യങ്ങളും എനിക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റുമെന്നൊന്നും അറിയില്ല. ബട്ട് ഐ തോട്ട് ഓഫ് സ്റ്റാർട്ടിങ് ദിസ് വീഡിയോ. മാക്സിമം എനിക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നതെല്ലാം ഞാൻ ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. സോ വെൽക്കം ടു എ ന്യൂ വീഡിയോ ഓഫ് ഓണം വ്ളോഗ്. 2026 ഓണം അറ്റ് ഓഫീസാണ് ആക്ച്വലി ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇന്ന് എൻ്റെ അറ്റയർ ഞാനൊന്ന് കാണിച്ചു തരാം. ഞാൻ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല, കാരണം ഒന്ന് എനിക്ക് രാവിലെ ഒരുങ്ങാനായിട്ട് സമയം കിട്ടിയില്ല, രണ്ട് ഇവിടെ വന്നിട്ട് ഷട്ടപ്പടയെന്ന് ഒരുങ്ങിയതാണ്. ഞാൻ മഴയൊക്കെ നനഞ്ഞ് വന്നതുകൊണ്ടും ലൈക്ക് അയൺ ചെയ്തതിൻ്റെ എഫക്റ്റും എൻ്റെ പുട്ടിയും ഒക്കെ ഒലിച്ച് പോയി. എങ്കിലും ഞാൻ ഉള്ളതൊക്കെ വെച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ ഇവിടെ വന്നിട്ടൊന്ന് ടച്ചപ്പൊക്കെ ചെയ്തെങ്കിലും അങ്ങോട്ട് ഒരു എന്താ പറയുക, ഒരു കംപ്ലീറ്റ് സാറ്റിസ്ഫാക്ഷൻ അങ്ങോട്ട് ആയിട്ടില്ല. എനിവേയ്സ് ആസ് യൂഷ്വൽ ഓണം ട്രഡീഷണൽ ലുക്ക് പിടിച്ചിട്ടുണ്ട്. ബട്ട് ആരെ കാണിക്കാൻ സോ എൻ്റെ ഔട്ട്ഫിറ്റ് ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഐ തിങ്ക് യു ഗൈസ് ക്യാൻ സീ ദിസ്. ഞാനൊരു ട്രഡീഷണൽ സെറ്റും കൊണ്ടാണ് എടുത്തിരിക്കുന്നത്. ഇവിടെ പിന്നെ എവിടെ തിരിഞ്ഞാലും മിറർ ആയതുകൊണ്ട് കുഴപ്പമില്ല. ഒരു മറൂൺ ഗ്രീൻ ലൈക്ക് കോമ്പിനേഷനിൽ വരുന്ന ഒരു സെറ്റും മുണ്ടുമാണ് ദിസ് വൺ. ഓഫീസിൻ്റെ എൻട്രൻസ് ഒക്കെ ഒരു ഓണം തീമിൽ തന്നെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാലത്തെ ചേച്ചിമാരൊക്കെ വന്ന് അത്തപ്പൂക്കളൊക്കെ സെറ്റ് ചെയ്തു. പിന്നെ ഞങ്ങൾ എല്ലാവരും ടൈം ആയപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ എത്തിയത്. ഓണമൊക്കെ ആയതുകൊണ്ട് എല്ലാവരും ആസ് യൂഷ്വൽ ടൈമിൽ നിന്ന് കുറച്ചൊന്ന് ഡിലേ ആയി. പിന്നെ മെയിൻ നമുക്ക് ഫോട്ടോസ് ആണല്ലോ, കാരണം എല്ലാ മെമ്മറീസും നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റുന്നത് ഫോട്ടോസിലൂടെയാണ്. ഇപ്പോൾ ഈ ഒരു മൊമെൻറ്റിൽ നമുക്ക് കാണുന്നത് നമ്മൾ കുറേ കാലം കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും റീകളക്ട് ചെയ്യാനുള്ള മെമ്മറീസ് ആക്ച്വലി ഫോട്ടോസാണ്. അപ്പോൾ ഞങ്ങൾ അത്തപ്പൂവൊക്കെ ഇട്ടിട്ട് നേരെ വിളക്ക് കത്തിക്കാൻ ആയിട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്യാണ്. ഞങ്ങളുടെ മാനേജറാണ് വന്നിട്ട്, പുള്ളി വിളക്കൊക്കെ കത്തിച്ചു. അങ്ങനെ ഓണത്തിൻ്റെ എന്താ പറയുക, പൂരം കൊടിയേറുന്നത് പോലെ ചെറിയൊരു അങ്ങനെ ഒരു സംഭവമായിട്ടാണ് നമ്മൾ ഉദ്ദേശിച്ചത്. പക്ഷേ വലിയ ഹെവി ഓണാഘോഷ പരിപാടി അങ്ങനെ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. കാരണം എന്താ പറയുക, എല്ലാവരും ബിസിയായിരുന്നു. അത്യാവശ്യം നല്ല വർക്കുള്ളതുകൊണ്ട് ആർക്കും ഒരു ഓണം വൈബ് അങ്ങോട്ട് സെറ്റായില്ല, അതാണ് സത്യം. പിന്നെ ഞങ്ങൾ അത്തപ്പൂക്കളമൊക്കെ നിന്നിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു ചെറു വിളക്ക് കത്തിച്ചതിന് ശേഷം. കാരണം ഗ്രൂപ്പ് ഫോട്ടോസ് നമുക്ക് മുഖ്യമാണല്ലോ. ഗ്രൂപ്പ് ഫോട്ടോസ് മാത്രമല്ല, ആക്ച്വലി ഓണം എന്ന് പറയുമ്പോഴത്തേക്കും ഇത്ര അണിഞ്ഞൊരുങ്ങിയൊക്കെ വന്നിട്ട് 10 ഫോട്ടോ എടുത്തില്ലെങ്കിൽ നമുക്കെല്ലാം നഷ്ടം. അതുകൊണ്ട് ഞങ്ങൾ ഓണം കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഈ ഒരു ഹാപ്പി ഓണത്തിന് അത്രയ്ക്കൊരു എനർജി അങ്ങോട്ടില്ല. കാരണം എന്താ പറയുക, എല്ലാവർക്കും നന്നായിട്ട് വിശപ്പടിച്ചു തുടങ്ങി. ഇതൊക്കെ നമ്മൾ ഫുഡ് കഴിക്കുന്ന സമയത്തായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ നേരെ സദ്യ കഴിക്കാൻ പോയി. പറയാണ്ടിരിക്കാൻ വയ്യ, അടിപൊളി സദ്യ ആയിരുന്നു കേട്ടോ. ലൈക്ക് എല്ലാ കൂട്ടം കറികളൊക്കെ വെച്ചിട്ട് അത്യാവശ്യം നല്ല സദ്യയായിരുന്നു. നമ്മുടെ മദേഴ്സ് വെജ് പ്ലാസയിൽ നിന്നായിരുന്നു ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ എല്ലാവർക്കും എല്ലാ തവണയും നമ്മൾ യൂഷ്വലി അവിടെ നിന്ന് തന്നെയാണ് ഫുഡ് വാങ്ങിക്കുന്നത്. ബോളിയൊക്കെ കൂട്ടി 2 പായസമൊക്കെ കൂട്ടി അടിപൊളിയായിട്ട് ഓണം സദ്യ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഓണമൊക്കെ എത്തുമ്പോൾ നമ്മൾ എത്ര ഡയറ്റാന്ന് പറഞ്ഞാലും പായസവും സദ്യയൊന്നും കഴിക്കണം, നമുക്ക് ഒരു ഓണം അങ്ങോട്ട് കംപ്ലീറ്റ് ആവത്തില്ല. അപ്പോൾ ഫസ്റ്റ് പന്തിയിൽ തന്നെ ഞങ്ങൾ കയറിയിരുന്നു, കാരണം അത്യാവശ്യം നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഫുഡ് കഴിച്ചിട്ട് വേണം, കുറേ പണി പെൻഡിങ് ഉണ്ടായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ നല്ല അടിപൊളിയായിട്ട് കഴിച്ചു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓണം ഞങ്ങൾ ആരും അങ്ങോട്ട് സാറ്റിസ്ഫൈഡ് അല്ല. കാരണം ഞങ്ങളിങ്ങനെയൊന്നും അല്ലായിരുന്നു പ്ലാൻ ചെയ്തിട്ട്. ഒരുപാട് എന്താ പറയുക, കളികളും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിരുന്നു, പക്ഷെ ഒന്നും നടന്നില്ല. 1 മഴയായിരുന്നു, 2 അത്യാവശ്യം നല്ല പണിയുള്ള ദിവസമായിരുന്നു. അപ്പോൾ എല്ലാവർക്കും പെൻഡിങ് വർക്ക് ഉണ്ടല്ലോ, കാരണം ഇനി അങ്ങോട്ട് ഓണം ഹോളിഡേയ്സ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആക്ച്വലി വർക്കിൽ ഫോക്കസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എല്ലാവരും പെൻഡിങ് ഉള്ള കാര്യങ്ങളൊക്കെ ഒതുക്കുന്ന പരിപാടിയിലായതുകൊണ്ട് തന്നെ നമ്മൾ വേറെ പ്രോഗ്രാംസോ കാര്യങ്ങളൊന്നും അങ്ങോട്ട് വയ്ക്കാൻ നിന്നില്ല. വച്ചിരുന്നാൽ പോലും നമുക്ക് ആർക്കും അതിലങ്ങോട്ട് ഫുൾ ഇൻവോൾവ്മെന്റ് കിട്ടില്ല എന്നുള്ളതുകൊണ്ട് നമ്മൾ സദ്യയൊക്കെ കഴിച്ചിട്ട് എല്ലാവരും ബാക്ക് ടു എന്താ പറയുക വർക്കിലോട്ട് പോവുകയാണ്. പിന്നെ ആസ് യൂഷ്വൽ സദ്യ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് അറിയാം, മത്ത് പിടിക്കുന്ന അവസ്ഥയാണ് ഈ 2 പായസമൊക്കെ കൂട്ടി ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ. അത് എനിക്ക് തോന്നുന്നു സദ്യ ലവേഴ്സിന് എല്ലാവർക്കും മനസ്സിലാവുന്നതാണ്. അപ്പം ഞങ്ങൾ സദ്യ കഴിച്ച് മത്തായിരിക്കുന്ന ഒരു അവസ്ഥയാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ പിന്നെ എന്താ പറയുക, കുറച്ച് നേരം അവിടേക്ക് ഇരുന്ന് സദ്യ കഴിച്ചൊന്ന് ദഹിക്കട്ടെ എന്ന് വിചാരിച്ചൊന്നും ഒരു കുറച്ച് സമയം നടന്നിട്ട് നേരെ എല്ലാവരും തിരിച്ച് വർക്കിലോട്ട് പോയി. ആ വിശേഷങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം എല്ലാവരും ലാപ്ടോപ്പും ഫോണും ഒക്കെ പിടിച്ചിരുന്ന് അവരവരുടെ വർക്കിലോട്ട് പോവാണ്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്തൊരു അങ്ങോട്ട് സാറ്റിസ്ഫൈഡ് അല്ലാത്തൊരു ഓണം സെലിബ്രേഷൻ ആയിരുന്നു ഓഫീസിൽ നടന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ഓക്കെ, ബൈ ആൻഡ് ഹാപ്പി ഓണം.